നമസ്കാരം, ഞാൻ ബിജീഷ് ഉള്ളൂർ, പ്രൊഫഷണൽ ഒരു ഫുൾ ടൈം ട്രേഡറാണ്. എല്ലാവർക്കും ബിജീഷ് ഉള്ളൂർ മാർക്കറ്റ് പ്രഡിക്ഷൻ ആൻഡ് അനാലിസിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് എന്തൊക്കെയാണ് സംഭവിച്ചത്, വരും ദിവസങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, എങ്ങനെ വിദഗ്ധമായിട്ട് ട്രേഡ് ചെയ്യാം. അതിന് മുൻപ് തന്നെയായിട്ട് ഇന്നത്തെ മാർക്കറ്റിൽ എന്താണ് സംഭവിച്ചത് നമുക്ക് നോക്കാം. നിഫ്റ്റി ഓപ്പൺ ചെയ്തൊരു വലിയൊരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. പക്ഷെ തുടക്കത്തിൽ ഒന്ന് തിരിച്ചു കയറിയെങ്കിലും അവസാനത്തെ സെക്ഷനിൽ തിരിച്ച് താഴോട്ട് തന്നെ വന്ന് 17,396 ക്ലോസ് ചെയ്യുന്നതാണ് നമ്മൾ നിഫ്റ്റിയിൽ കണ്ടിരുന്നത്. ബാങ്ക് നിഫ്റ്റിയും ഓപ്പൺ ചെയ്തൊരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. അതിനുശേഷം മുകളിലേക്ക് പോകാൻ ശ്രമിച്ചെങ്കിലും അവസാനത്തെ സെക്ഷനിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നതിന് ശേഷം 37,145 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു. നിഫ്റ്റി നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു സപ്പോർട്ടിന്റെ താഴത്തേക്ക് വന്നിരുന്നു. അതായത് 17,600 താഴത്തേക്ക് ഹോൾഡിംഗ് വന്നിരുന്നു. അതുകൊണ്ട് തന്നെ വീക്ക്നെസ് ആണ്, താഴത്തേക്ക് തന്നെയാണ് സാധ്യത. നിഫ്റ്റിയെക്കാട്ടും കൂടുതൽ പല മേജർ ആയിട്ടുള്ള സ്റ്റോക്കുകളിലും വലിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു. ടാറ്റ സ്റ്റീൽ, അതുപോലെ തന്നെ ജിൻഡ സ്റ്റീൽ ഓൾമോസ്റ്റ് ഒരു 10% ഒരു ഫാളാണ് മാർക്കറ്റിൽ വന്നിരുന്നത്. തൊട്ട് മുൻപത്തെ ആഴ്ചയിലെ വീഡിയോസിൽ നോക്കി എന്നൊക്കെ കാണാൻ സാധിക്കും. പ്രോഫിറ്റ് ബുക്കിംഗ് വരികയാണെങ്കിൽ ഇത്തരം സ്റ്റോക്കുകൾ, കൂടാതെ അദാനി എന്റർപ്രൈസസ് തുടങ്ങിയ സ്റ്റോക്കുകളിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് നമ്മൾ പ്രത്യേകം പറഞ്ഞിരുന്നു. ഹൈ ബീറ്റ സ്റ്റോക്സ് അതിൽ ബൈ ചെയ്യുന്നത് ഒഴിവാക്കുക. പൊസിഷൻ കൈവശം ഉണ്ടെങ്കിൽ എക്സിറ്റ് ചെയ്യാനും നമ്മൾ സജഷൻ നടത്തിയിരുന്നു. ഇതിൻ്റെ ഒരു ഫാള് വരുമ്പോഴല്ല, അതിന് മുൻപ് തന്നെ അത് മനസ്സിലാക്കിയിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറുന്നതാണ് റൈറ്റ് ആയിട്ടുള്ള ട്രേഡേഴ്സ്. ടാറ്റ സ്റ്റീലിന്റെ ഒരു ഫാള് സംഭവിച്ചത് നോക്കുക. ടാറ്റ സ്റ്റീൽ എത്ര ദിവസം കൊണ്ട് മൂവ്മെന്റ് ചെയ്തിട്ടുള്ള ഈ ഒരു മൂവ്മെന്റ് ആണ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. ഇവിടെ ഓൾമോസ്റ്റ് ഒരു 20-30 ഡേയ്സ് കൊണ്ട് നടത്തിയ ഒരു മൂവ്മെന്റ് ആണിത്. മുകളിലേക്കുള്ള ഈ ഒരു വലിയൊരു മൂവ്മെന്റ് ജസ്റ്റ് ഒരു 2 ഡേയ്സ് കൊണ്ട് ആ ഒരു മൂവ്മെന്റിനെ ബ്രേക്ക് ചെയ്തിട്ട് താഴത്തേക്ക് വരാൻ സാധിച്ചു. എപ്പോഴും ക്രാഷ് വരുമ്പോഴും അങ്ങനെയാണ്. ക്രാഷ് വരുമ്പോൾ ഒരു മാസം എടുത്തിട്ട് കയറിയിട്ടുള്ള ഒരു മാർക്കറ്റ് ആയാലും, ഒരു മാസം എടുത്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് കയറിയാലും ജസ്റ്റ് ഒരു 1-2 ദിവസം മതി ആ ഒരു മൂവ്മെന്റൊക്കെ ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് പോകാൻ. ഇതിനെക്കുറിച്ച് കൂടുതൽ അലേർട്ട് ആവാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരുപാട് ക്രാഷുകൾ മാർക്കറ്റിൽ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു എക്സ്പീരിയൻസിന്റെ പുറത്താണ് ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത്. മാർക്കറ്റിൽ ഒരു ക്രാഷ് വരുന്നുണ്ടെങ്കിൽ ഹൈ ബീറ്റ സ്റ്റോക്കിൽ ഒരു വലിയൊരു പെർസെന്റേജിലേക്ക് താഴത്തേക്ക് വരാൻ കൂടുതൽ സാധ്യതയുണ്ട്. ഇത് ഓൾറെഡി പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. പക്ഷെ നിഫ്റ്റിയുടെ കേസിൽ ഇപ്പോഴും ആ ഒരു വലിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു ഫാളല്ല, ഒരു സാധാരണ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് വന്നിരിക്കുന്നത്. ആക്ച്വലി ശരിയായിട്ടുള്ള ഒരു ഫാള് എന്നൊക്കെ പറയുമ്പോൾ ഒരു 5%, 6% ഒരു ഫാള് മാർക്കറ്റിൽ വരും. ആ ഒരു സമയം നിഫ്റ്റിയിലായാലും ഇപ്പോൾ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മാസങ്ങളിൽ അത് സംഭവിക്കും. അപ്പോൾ എപ്പോഴും അലേർട്ടായിരിക്കാം മാർക്കറ്റ്. അതിൻ്റെ ഒരു ഓൾമോസ്റ്റ് ഒരു ഹയർ ലെവലാണ് ഇപ്പോൾ എപ്പോഴും ട്രേഡ് ചെയ്യുന്നത്. എപ്പോഴും നമ്മൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനെ ഫേസ് ചെയ്യാനായിട്ട് എപ്പോഴും നമ്മളത് പ്രിപ്പയർ ചെയ്തിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല സ്റ്റോക്കിൽ തന്നെ എപ്പോഴും ഹോൾഡ് ചെയ്യുന്നത് എപ്പോഴും പതിവാക്കുക. ചില സ്റ്റോക്കുകൾ താഴത്തേക്ക് ഒരു മൂവ്മെന്റ് നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ എത്രത്തോളം താഴത്തേക്ക് പോകും എന്നൊക്കെ അത് പറയാൻ പറ്റില്ല. ഇപ്പോൾ ജിൻഡ സ്റ്റീലൊക്കെ നോക്കി കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും വലിയൊരു മൂവ്മെന്റ് ആണ് ഈ ഒരു സ്റ്റോക്കിൽ താഴത്തേക്ക് വന്നത്. അതുപോലെ തന്നെ ജിൻഡ സ്റ്റീൽ സെയില്. പക്ഷേ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നിഫ്റ്റി ഇപ്പോഴും ഹയർ ലെവലിൽ നിന്ന് വളരെ ഒരു ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് മാത്രമാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴും ആ ഒരു പല സ്റ്റോക്കിലും ഇപ്പോൾ ആ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മൾ നിഫ്റ്റിയിലായാലും നമ്മൾ പറഞ്ഞിരിക്കുന്ന മേജർ സപ്പോർട്ടിന്റെ താഴത്തേക്ക് വന്നിരിക്കുകയാണ്. 17,400 നിഫ്റ്റിയിൽ നമ്മൾ വീക്ക്ലിയിൽ സപ്പോർട്ട് പറഞ്ഞിരുന്നത്. വരും ദിവസങ്ങളിലായാലും നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും എങ്ങനെയാണ് ഇൻട്രാഡേയിൽ കൃത്യമായിട്ട് മാനേജ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇത് നിഫ്റ്റിയുടെ ഗ്രാഫാണ്. നിഫ്റ്റി ഇന്ന് ഓപ്പൺ ചെയ്തിരിക്കുന്നത് വലിയൊരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. നിഫ്റ്റിയുടെ മേജർ ആയിട്ടുള്ള സപ്പോർട്ട് 17,400 അതിന്റെ മുകളിലായിരുന്നു നിഫ്റ്റിയുടെ ഒരു ഓപ്പണിംഗ്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പോസിറ്റീവ് മൂവ്മെന്റ് ഉണ്ടായിരുന്നത്. മാത്രമല്ല നമ്മൾ പറഞ്ഞിരുന്നു 17,500 500-530 നിഫ്റ്റിയുടെ സപ്പോർട്ട് റേഞ്ച്. അപ്പോൾ ആ റേഞ്ചിന്റെ മുകളിലേക്ക് ഒരു ഓപ്പണിംഗ് വന്നു കഴിഞ്ഞാൽ നിഫ്റ്റിക്ക് ഒരു പോസിറ്റീവ് ആണ്. ഇപ്പോൾ നമ്മൾ പറയുന്നത് ജസ്റ്റ് ഒരു മിനിറ്റ് ഉള്ള ഒരു സബ്ജക്റ്റ് ആയാൽ പോലും അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് ആ ഒരു കൃത്യമായിട്ട് മാർക്കേണ്ട ഒരു ട്രെൻഡ് നിലനിൽക്കാൻ. ഇപ്പൊ മാർക്കറ്റ് എല്ലാ ദിവസവും ഒരേപോലെ ഇല്ല വർക്ക് ചെയ്യുന്നത്. പക്ഷെ പറയുന്ന ഒരു കാര്യങ്ങൾ അതേപോലെ തന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ദിവസങ്ങളിലും, അതായത് 70%-ലധികം ദിവസങ്ങളിൽ നിങ്ങൾക്ക് മാർക്കറ്റ് കൃത്യമായിട്ട് ട്രെൻഡിലും പ്രോഫിറ്റിൽ തന്നെ നിലനിൽക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ റേഞ്ച് ബ്രേക്ക് ചെയ്തിട്ടാണ് നിഫ്റ്റിയുടെ രാവിലത്തെ ഒരു ഓപ്പണിംഗ് തന്നെയായിരുന്നത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഷോർട്ട്സിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി അടുത്തൊരു റെസിസ്റ്റൻസ് റേഞ്ച് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു 17,600. കഴിഞ്ഞ ദിവസം ആ 17,600 എന്ന് പറയുന്ന റെസിസ്റ്റൻസ് റേഞ്ചിൻ്റെ താഴെയായിരുന്നു ക്ലോസ് ചെയ്തിരുന്നത്. അപ്പോൾ 17,600 അടുത്തൊരു റെസിസ്റ്റൻസ് വരുന്നത്, ഷോർട്ട് സെല്ലിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നത്. ഈ റെസിസ്റ്റൻസിൻ്റെ മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് പോയെങ്കിലും ഈ റെസിസ്റ്റൻസിനെ തിരിച്ച് താഴോട്ട് ബ്രേക്ക് ചെയ്താൽ തന്നെ ഷോർട്ട് സെല്ലിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി, ഇവിടെ നിന്നാണ് റൈറ്റ് ആയിട്ടുള്ള ഒരു ഷോർട്ട് സെല്ലിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. എപ്പോഴും നമ്മളൊരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് ഇന്നലെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ കൂടുതൽ ഷോർട്ട് സെല്ലിന് മാത്രമാണ് ഇമ്പോർട്ടൻറ്റ് നൽകുകയുള്ളൂ. ആക്ച്വലി ഇവിടെ നിന്ന് നല്ലൊരു ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാലും എൻ്റെ ട്രേഡിംഗ് രീതി ഇങ്ങനെയാണ്. അതൊരു കൃത്യമായിട്ടുള്ളൊരു പ്ലാനാണത്, കൃത്യമായിട്ടുള്ള റൂൾസാണ് അതിൽ വരുന്നത്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ ഞാൻ നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്, കൂടുതൽ ദിവസങ്ങളിലും എനിക്ക് കൃത്യമായിട്ട് ആക്യുറസിയിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് ആ കൃത്യമായിട്ടുള്ള ഒരു ഷോർട്ട്സിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ലൈവ് ട്രേഡ് എടുത്തിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ 17,500 എന്ന് പറയുന്ന ഒരു സപ്പോർട്ട് തിരിച്ച് ഇവിടുന്ന് താഴത്തേക്ക് വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്തത് പോലും 17,500 എന്ന് പറയുന്ന ഒരു സപ്പോർട്ടാണ്. മാർക്കറ്റ് എത്ര കൃത്യമായിട്ടാണ് അവിടെ നിലനിന്നതെന്ന് നോക്കുക. പക്ഷേ നിഫ്റ്റിയിലായാലും ആ ഒരു വീക്ക്നെസ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് ബ്രേക്ക് ചെയ്യാൻ തന്നെയാണ് സാധ്യത. ഇത് ബ്രേക്ക് ചെയ്യാനാണ് സാധ്യത. ഇത് ബ്രേക്ക് ചെയ്തപ്പോഴും വീണ്ടും ഇവിടെ നിന്നും ഷോർട്ട്സിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടിയിരുന്നത്. കൃത്യമായിട്ട് ഫോളോ ചെയ്തവർക്ക് അത്യാവശ്യം നല്ലൊരു ആക്യുറസിയിൽ കൃത്യമായിട്ട് ആ ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിഫ്റ്റിയിലായാലും ഇനി വരും ദിവസങ്ങളിലായാലും എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടതെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നിഫ്റ്റിയുടെ ഒരു ഓപ്പണിംഗ്, നിഫ്റ്റിയുടെ ഇൻട്രാഡേയിൽ നിലനിൽക്കുന്ന ഒരു സപ്പോർട്ട് കാണുന്നത്, റെസിസ്റ്റൻസ് ആയിട്ട് കാണുന്നത് 17,430 അപ്പോൾ നിഫ്റ്റിയുടെ ഒരു ഓപ്പണിംഗ് 17,430 മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ഒരു 15 മിനിറ്റിന് ശേഷം ഓപ്പണിംഗ് റേഞ്ച് താഴോട്ട് ബ്രേക്ക് ചെയ്താൽ മാത്രം ഷോർട്ട്സിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. അല്ലെങ്കിൽ ഈ റേഞ്ചിൽ നിന്ന് ജസ്റ്റ് ഒന്ന് താഴത്തേക്ക് വന്നാലും 17,430 ഹോൾഡ് ചെയ്യുമ്പോൾ എപ്പോഴും ഫാസ്റ്റായിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്ന ഈ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ ഷോർട്ട്സിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റിക്കാണ് കൂടുതൽ സാധ്യത വരുന്നത്. താൽക്കാലികമായിട്ട് ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് പോയാലും ഈ റേഞ്ചിൽ നിന്ന് റെഡ് കാൻഡിൽ കാണുന്ന ഒരു സമയത്ത് തന്നെ ഷോർട്ട്സിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ നിലനിൽക്കുക. ലോവർ ലെവലിലായാലും ഇനി സപ്പോർട്ട് കാണുന്നത് 17,330 അതിന് താഴെയാണെങ്കിൽ ഇനി അടുത്തൊരു സപ്പോർട്ട് കാണുന്നത് 17,230. അപ്പോൾ ഈ ഒരു രണ്ട് ലെവലും വളരെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ്. 17,330 ബ്രേക്ക് ചെയ്തിട്ടാണ് വരുന്നതെങ്കിൽ ഓപ്പൺ റേഞ്ച് ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഷോർട്ട്സിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നെ നിലനിൽക്കുക. ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റി നിലനിൽക്കുന്നവർ ആദ്യത്തെ ഒരു 15 മിനിറ്റിന് ശേഷം ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ മാത്രം ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ നിലനിൽക്കുക. ലോവർ ലെവലിൽ ഇതിന് താഴെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് മാത്രം ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. റെഡ് കാൻഡിൽ കാണുമ്പോൾ തന്നെ എപ്പോഴും ഫാസ്റ്റായിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ റിവേഴ്സ് ആകുന്ന ഒരു സമയത്ത് ഷോർട്ട്സിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റിയിലും നിലനിൽക്കാവുന്നതാണ്. ഇൻട്രാഡേയിൽ ബാങ്ക് നിഫ്റ്റി മാനേജ് ചെയ്യണമെങ്കിൽ റെസിസ്റ്റൻസ് ഏരിയ വരുന്നത് 37,400. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്പണിംഗ് 37,400 മുകളിലാണെങ്കിൽ വളരെ ശ്രദ്ധിക്കണം. ഷോർട്ട്സിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ 37,400 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് ഷോർട്ട്സിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ റേഞ്ചിൽ നിന്ന് ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി ആയാലും ഓപ്പൺ ചെയ്യുന്നത് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കുക. 37,000 എന്ന് പറയുന്ന ഒരു സപ്പോർട്ട് തൊട്ട് താഴെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ 37,000 എന്ന് പറയുന്ന ഒരു സപ്പോർട്ടിന് താഴെ വന്നാലും 37,000 മുകളിലേക്ക് തിരിച്ച് കയറുമ്പോൾ എപ്പോഴും ഫാസ്റ്റായിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഈ റേഞ്ചിലാണ് ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിലും 37,000 അടുത്താണ് ഓപ്പൺ ചെയ്യുന്നത്. 37,000 മുകളിലാണെങ്കിലും ആദ്യത്തെ ഒരു 5 മിനിറ്റ് ശേഷം ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. പക്ഷേ ഹയർ ലെവൽ റെഡ് കാൻഡിൽ കാണുമ്പോൾ തന്നെ ഷോർട്ട്സിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ നിലനിൽക്കുക. അടുത്തൊരു റെസിസ്റ്റൻസ് റേഞ്ചിൻ്റെ അടുത്ത് നിന്ന്, അതായത് ചിലപ്പോൾ 37,400 അടുത്ത് നിന്നായിരിക്കും ഷോർട്ട്സിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റേഞ്ചിൽ നിന്ന് റെഡ് കാൻഡിൽ കാണുമ്പോൾ തന്നെ എപ്പോഴും ഫാസ്റ്റായിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലും കഴിഞ്ഞ ദിവസം വർക്ക് ചെയ്ത് നോക്കുക. എപ്പോഴും മുൻപത്തെ വീഡിയോസൊക്കെ വാച്ച് ചെയ്യുന്നത് എപ്പോഴും കൃത്യമായിട്ട് എങ്ങനെയാണ് സപ്പോർട്ട് റെസിസ്റ്റൻസിൽ എങ്ങനെയാണ് പ്രൊഫഷണലായിട്ട് എങ്ങനെയാണ് കൃത്യമായിട്ട് ട്രേഡുകൾ പ്ലാൻ ചെയ്യേണ്ടത്, ട്രേഡ് ചെയ്യേണ്ടത്, എക്സിറ്റ് ചെയ്യേണ്ടത്, ഇതൊക്കെ നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ബാങ്ക് നിഫ്റ്റിയിൽ ഓപ്പൺ ചെയ്തത് വീക്കിലി അനാലിസിസിൽ പറഞ്ഞിരിക്കുന്ന സപ്പോർട്ടിന്റെ മുകളിലാണ് ഓപ്പൺ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മുകളിലേക്ക് പോയി 37,600 എന്ന് പറയുന്ന റെസിസ്റ്റൻസിന്റെ മുകളിലേക്കും ബാങ്ക് നിഫ്റ്റിക്ക് മുകളിലേക്ക് പോകാൻ സാധിച്ചു.
അപ്പോൾ ഈ റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ കേസ് ഈ റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്ന് ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി എടുത്താലും ഇൻ കേസ് സ്റ്റോപ്പ് ലോസ് നിങ്ങൾക്ക് മിസ്സായാൽ പോലും ഈ റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് പോയതിന് ശേഷം തിരിച്ച് ഈ 37,600 എന്ന് പറയുന്ന ഈ റെസിസ്റ്റൻസ് ഏരിയയുടെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഇവിടെ നിന്നാണ് കൃത്യമായിട്ടുള്ള അടുത്തൊരു എൻട്രി ലെവൽ വരേണ്ടത്. പ്രോഫിറ്റിലേക്കുള്ള ഒരു എൻട്രി ലെവലായിരുന്നു ഈ റേഞ്ചിൽ നിന്ന് കിട്ടിയിരുന്നത്. നമുക്കൊരു വലിയൊരു പ്രോഫിറ്റ് ആണ് എടുക്കാൻ സാധിച്ചിരുന്നത്. പ്രോഫിറ്റ് എടുക്കാൻ സാധിച്ചവർ കമന്റ് ചെയ്യുക. മാർക്കറ്റിലെ വലിയ അവസരമായിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ വീണ്ടും കാണാം. എല്ലാവരെയും വിലയേറിയ ഷെയറുകളും കമന്റുകളും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.